സൈക്കോളജി പ്രകാരം മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അറിയാം. അതിന് മുന്നേ വെൽക്കം ടു 7 or 30 ഡേയ്സ് ഓഫ് ഗ്രോത്ത് ചാലഞ്ച്. ഫസ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്. അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്, ഇൻകം, പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻസ്, നമ്മളുടെ ഒരുപാട് ചിലവുകൾ, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കുറേ ചിലവുകൾ, ഇതൊക്കെ നമ്മൾ വേറുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകളും പിന്നെ അതുപോലെ തന്നെ ജഡ്ജ്മെന്റും ഉണ്ടാവും. രണ്ടാമത് വരുന്നതാണ് പേഴ്സണൽ സ്ട്രഗിൾസ്. അതായത് ഒരു മനുഷ്യനാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരും. അത് മറ്റുള്ളവരോട് പറഞ്ഞു കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വീക്ക് ആവുള്ളൂ. മൂന്നാമത് വരുന്നതാണ് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ്. അതായത് നമ്മൾക്ക് ഒരുപാട് ഗോൾസുകളും പ്ലാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫ്യൂച്ചറിലേക്ക്. നമ്മൾ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നമ്മൾ നന്നാവുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാവും. കാരണം നമ്മൾ നന്നാവുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് ക്രിറ്റിസം വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളുടെ പ്ലാൻസ്, ഗോൾസ് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എന്നിട്ട് അത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാക്കും. നാലാമത് വരുന്നതാണ് ഫാമിലി പ്രോബ്ലംസ്. അതായത് നമ്മളുടെ ഫാമിലി നടക്കുന്ന കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ, പിന്നെ കുറേ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് നടക്കുന്നത് നമ്മളുടെ ഫാമിലിയെ തന്നെ ഒരു ഗ്രൂപ്പ് വരുത്താൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നും.